ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ട് ഇന്ന് ഈ കൊയർ സൺഡേയിൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് തരുവാനായിട്ട് എന്നെ ഏൽപ്പിച്ച കൊയറിനോട്, അതിൻ്റെ ഭാരവാഹികളോട് ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. ഇതെന്നെ ഏൽപ്പിച്ച ശേഷം ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബിൻസിയോടും എൻ്റെ 2 ബ്രോക്കളോടും പറഞ്ഞു, എന്നെ ഇതിങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കൊയറിലിരിക്കുമ്പോഴാണെങ്കിൽ നമുക്കറിയാത്ത നോട്ട് എന്തെങ്കിലും വന്നാലും ആത്മാവിൽ തോന്നുന്ന 2 നോട്ട് വെച്ചങ്ങ് പാടിയാൽ മതി. പക്ഷേ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഞാൻ തന്നെ ഇവിടെ നിൽക്കണം, ഞാൻ തന്നെ പറഞ്ഞേ പറ്റത്തുള്ളൂ, മറ്റാരും എൻ്റെ കൂട്ടത്തിൽ പറയാനോ പാടാനോ ഇല്ല എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ഇനിയിപ്പോഴും അപ്പയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, നാട്ടുകാരല്ലോ അനുഭവിക്കുന്നത്, അപ്പയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആത്മാവിൻ്റെ ഫലങ്ങൾ ദീർഘക്ഷമ, ദയ, കരുണ, സ്നേഹമൊക്കെയാണ്. നിങ്ങൾ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരെയെങ്കിലും ഈ വാക്യം മറക്കല്ല എന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഞാൻ ഇന്ന് ഈ കൊയറിലെ മെസ്സേജ് തരാൻ ഉദ്ദേശിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊയർ മെമ്പറായിട്ട് നിന്ന് നിങ്ങളോട് സംസാരിക്കുക എന്നതിലുപരി ഒരു മൂന്നാമനായി നിന്ന് സംസാരിക്കുവാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഞാൻ ഇത് ഇന്നത്തെ മെസ്സേജിലെ കൊയറിലെ അംഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ചർച്ചിനെക്കുറിച്ച് പറയുന്നുണ്ട്. അന്നേരം ഒരു മൂന്നാമനായി നിന്ന് പിന്നെ ചെന്ന് ഇവരുടെ അടി മേടിക്കുമായിരിക്കും ഇച്ചിരി കൂടെ കുഴപ്പമില്ലാത്തത് എന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് എനിക്ക് പ്രത്യേകിച്ചും ഇന്ന് കൊയറിനെക്കുറിച്ച് സംസാരിക്കുവാൻ ആദ്യം ഞാൻ എൻ്റെ മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു 2 വാചകം പറയുവാനുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊയർ സഭയുടെ ഒരു പ്രത്യേക ഭാഗമാണ്. അവർ അതിന് വളരെ എഫേർട്ട് എടുക്കുന്നുണ്ട്, ഇങ്ങനൊരു വളരെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കൊയറിന് മാത്രമേ ഉള്ളൂ എന്നല്ല, പല സഭകളിലും കാണുമായിരിക്കാം. സാധാരണഗതിയിൽ എല്ലാവരും ഒരേ വസ്ത്രമണിഞ്ഞ് ഒരു യൂണിഫോമായിട്ടാണ് വരുന്നത്. നമ്മൾ ഈ നാട്ടിലെ വക്കീലന്മാരെ അല്ലെ ഇവിടെ അറ്റോർണിക്ക് ഇവിടെ ഇവിടുത്തെ അതുവണ്ണമുള്ള ഒരു യൂണിഫോം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ടൈം കോട്ടൊക്കെ. പക്ഷേ നാട്ടിലെ വക്കീൽമാരെ ശ്രദ്ധിച്ചാൽ നമ്മൾ കാണാം, അവർ ഒരു പ്രത്യേക തരം വേഷമണിഞ്ഞാണ്, ഒരു ടൈ ഒക്കെ കെട്ടി, ഇങ്ങനെയുള്ള ഒരു 2 ടൈ ഒക്കെ കെട്ടിയാണ് അവർ വരുന്നത്. അതും ശരിക്കും ആ ടൈ എന്ന് പറയുന്നത് മോശയ്ക്ക് ദൈവം കൊടുത്ത 2 കൽപ്പലകകളെയാണ് ആ 2 ഇത് ഉദ്ദേശിക്കുന്നത്. 1800-കളിൽ ബ്രിട്ടനിൽ തുടങ്ങിയ ആ സമ്പ്രദായം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് വെച്ച് ഇല്ലാത്ത കള്ളമെല്ലാം അവർ പറയും. ഈ 2 തൂക്കിയിട്ടിട്ടാണ് അവർ ഇല്ലാത്ത കള്ളം പറയുന്നത്. പക്ഷേ കൊയറുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യൂണിഫോമിനോട് അവരെപ്പോഴും അതിനോടുള്ള ആ പ്രത്യേകമായ ദൈവീക കരുണ കൊണ്ട് അവരെപ്പോഴും പാടുവാൻ, സഭയുടെ ഭാഗമാകുവാൻ, സഭയിലെ വർഷിപ്പ് ലീഡ് ചെയ്യുവാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അത് വളരെ കാര്യമായിട്ട് അവർ നിർവഹിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 1-2 പേരുകൾ കൂടി ഞാൻ ഈ സമയത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അച്ഛൻ എപ്പോഴും നമ്മളെ സഹായിക്കുന്നു കൊയറിൻ്റെ എല്ലാ കാര്യങ്ങളിലും. ബിന്നിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പാടിയപ്പം ബിന്നിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ബിന്നിൽ ഇന്നിവിടെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. തിരിഞ്ഞു നിന്ന് നിങ്ങൾ 2 കൈ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ശരിക്കും ഒരു ആരുടെയെങ്കിലും ഒരാളുടെ പേജ് എല്ലാവരുടെ പേജിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്നും അറിയുകയാണെങ്കിൽ ബിന്നിലിൻ്റെ മുഖം ഭരതനാട്യം നല്ലവണ്ണം അറിയാവുന്ന ഒരാളിൻ്റെ മുഖം പോലെ വിവരണമാകുന്നതും പല ഭാവഭേദങ്ങളും അവിടെ നിന്നും ഉയരുന്നതും നമുക്ക് കാണാം. രൂപനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ അനങ്ങത്തില്ല. ഒരു സ്റ്റാച്യു എങ്ങനെ ഇരിക്കുന്നോ അതുവേണം അവിടെ ഇരുന്ന് പള്ളിയിലെ ആദ്യ തൊട്ട് അവസാനം വരെ. അതുകൊണ്ട് തന്നെ
നമ്മുടെ ഓരോ കൊയർ മെമ്പേഴ്സ് ശരിക്കും അദ്ദേഹം വായിക്കുന്ന ആ ഓർഗന് തിരിച്ച് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, വെർട്ടിക്കലായിട്ട് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തുമാത്രം സൗന്ദര്യമുണ്ടോ അതേ സൗന്ദര്യത്തിലുള്ള വെർട്ടിക്കൽ ഓർഗനുകൾ ഇവിടെ ഈ കൊയറിൽ നമുക്കുണ്ട്. അതുവണ്ണം വളരെ മനോഹരമായിട്ട് ആ നോട്ട്സ് എടുക്കുവാൻ പറ്റിയ നല്ല അനേകരുള്ള ഈ കൊയറിലെ നമ്മുടെ കൊയർ കോർഡിനേറ്റ് ചെയ്യുന്ന സുജ വിൽസൺ ദമ്പതികൾ, നമ്മുടെ സഭയുടെ ഭാവി വാഗ്ദാനങ്ങളായ ജൂനിയർ കൊയർ മെമ്പേഴ്സ്, അവരെ നന്നായിട്ട് നയിക്കുന്നവരെ, അങ്ങനെ എല്ലാവരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. അവരുടെ എല്ലാം ത്യാഗോജ്ജലമായ അവരുടെ സമയം ചെലവഴിച്ചുള്ള അവരുടെ പ്രവർത്തനങ്ങളും കൊണ്ടാണ് ഈ കൊയർ വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നത്. അതിനെ ഞാൻ ദൈവത്തോട് ഒന്നുകൂടി സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഈ കൊയർ സൺഡേക്കായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്തുതിക്കായി കൊയറിനെ അവിടുന്ന് ഉപയോഗിക്കുന്നതിനാലും അതിനുള്ള താലന്തുകൾ അവിടുന്ന് നൽകുന്നതിനുമാലുമായി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയാണ് കർത്താവേ. ഇന്ന് ഈ കൊയർ സൺഡേയിൽ ഞങ്ങൾ അവിടുത്തെ വചനം ചിന്തിക്കുമ്പോൾ അത് പറയുന്ന എൻ്റെ നാവിനോടും എന്നോടും കൂടെ അവിടുത്തെ കരുണയും കൃപയും ഉണ്ടാകണമേ. അവിടുത്തെ സ്തുതിക്കായിട്ട് ഇത് ഭവിക്കണമേ എന്ന് പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമീൻ. Slide one, please. ഇന്ന് ഈ കൊയർ സൺഡേയിൽ we are reminded of a simple truth. When God moves, His people sing. From Genesis to Revelation, മോശ മുതൽ മറിയം വരെ, ദാവീദ് മുതൽ സ്വർഗീയ പുരുഷാരം വരെ ദൈവവചനം അവർ ആരാണെന്നും തിരുവെഴുത്ത് അവൻ ചെയ്ത കാര്യങ്ങളും പ്രതികരിക്കുന്നതിനുള്ള ഏറ്റവും വ്യക്തമായ മാർഗങ്ങളിലൊന്നാണ് സ്തുതിയെന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഗായകസംഘം ഞായറാഴ്ച ഒരു കൺസേർട്ട് അല്ല, ഗാനാലാപത്തിലൂടെയുള്ള ആരാധന സഭയുടെ ഒരു ആത്മീയ ശുശ്രൂഷയാണ് എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കൊയർ സൺഡേ എന്ന് പറയുന്നത്. ഇന്ന് ഇവിടെ ഈ വിഷയം തിരഞ്ഞെടുക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് കൊയർ സൺഡേയിൽ ഇന്ന് പാടുവാനായിട്ട് ഗായകസംഘം തിരഞ്ഞെടുത്ത 2 പാട്ടുകളാണ്. ആദ്യത്തെ പാട്ടിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ ആ പാട്ടിൽ ഞാൻ കർത്താവിനായി പാടും, ജീവിച്ചിടും നാളെല്ലാം. നമ്മൾ മാനുഷികമായ ഒരു ചുറ്റുപാടിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതെന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ജിജ്ഞാസ അത് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാറുണ്ട്. അങ്ങനെ നാം എന്തിനാണ് കർത്താവിനായിട്ട് പാടുന്നത് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോഴാണ് അതിന് മറുപടിയുമായിട്ട് അടുത്ത ഗാനം എൻ്റെ മുമ്പിലേക്ക് വന്നത്. എൻ പ്രാണനും എൻ ആയുസ്സും നിൻ ദാനമല്ലോ നാഥ. അതായത് ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന, നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇനിയും ചെയ്യുവാൻ പോകുന്ന ഓരോ കാര്യങ്ങൾക്കുമാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്, ദൈവത്തെ പാടി സ്തുതിക്കേണ്ടത്. ദൈവം നമ്മിൽ നിന്നും ഏറ്റവും ആഗ്രഹിക്കുന്നതും അതാണ്. സാംസ് 150 അതിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നു, ലെറ്റ് എവരിതിങ് ദാറ്റ് ഹാസ് ബ്രെത്ത് പ്രൈസ് ദ ലോർഡ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. Today's our main theme is God's people do not only speak their faith, they sing it. Singing is an act of worship. It is a testimony declaring what God has done. It's a memory rehearsing His faithfulness. It's a prayer
lifting our hearts to Him. And it's a proclamation announcing to the world. സിംഗിങ് എന്ന വാക്ക് ബൈബിളിൽ 400 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ 50 പ്രാവശ്യം അതൊരു കമാൻഡ്മെൻ്റായിട്ടാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഗോഡ് ഈസ് ഹാവിങ് എ ടഫ് ടൈം ആൻഡ് നീഡ്സ് ടു ബി എൻകറേജ്ഡ്. Man, it's harder than I thought. So someone say some good thoughts about me, some things about me, put me a nice melody എന്നൊന്നും ദൈവം നമ്മളോട് പറഞ്ഞിട്ടല്ല നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. സഭ പാടുമ്പോൾ ദൈവം അതിന് യോഗ്യനാണെന്നും ക്രിസ്തു കർത്താവാണ് എന്നും ആത്മാവ് ഇപ്പോഴും തൻ്റെ ജനത്തിന് ശക്തി നൽകുന്നുണ്ട് എന്നും നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മനുഷ്യൻ്റെ ജീവിതം നൈനിമിഷകമാണ്. ദ ഗ്രൗണ്ട് ദാറ്റ് വി വാക്ക് ഓൺ ടുഡേ വിൽ ബി അവർ റൂഫ് ടുമോറോ. അത്ര നൈനിമിഷകമാണ് നമ്മുടെ ജീവിതം. നമ്മൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി അതിന് നമ്മുടെ തലയ്ക്ക് മുകളിൽ നമ്മുടെ റൂഫാകും നാളെ. അതുകൊണ്ട് നമുക്ക് ലഭ്യമായ അവസരങ്ങളിലെല്ലാം നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കണം. ഈ വിഷയത്തിൽ എന്തിനാണ് പാടുന്നത് എന്നതിനെക്കുറിച്ച് 3 സത്യങ്ങളാണ് തിരുവെഴുത്ത് നമുക്ക് നൽകിയിരിക്കുന്നത്. അവ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. തിരുവെഴുത്തുകളിലുടനീളം സ്തുതി വെളിപ്പെടുത്തലിനെയാണ് പിന്തുടരുന്നത്. വെൻ ഗോഡ് ഷോസ് ഹിസ് പവർ, ഹിസ് മേഴ്സി, ഹിസ് ഹോളിനെസ് ആൻഡ് ഹിസ് സാൽവേഷൻ, ഹിസ് പീപ്പിൾ റെസ്പോണ്ട്. ദൈവം യോഗ്യനായതുകൊണ്ടാണ് ബൈബിളിൽ പാടുന്നത്. നാം അവരുള്ളവരായതിനാൽ സഭയും പാടണം. തിരുവെഴുത്തുകളിലെ പാട്ടുകൾ നമ്മളെ പഠിപ്പിക്കുന്ന 3 സത്യങ്ങളാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത്. ബിഫോർ വി മൂവ് ഓൺ ടു ദ മെസ്സേജ്, ലെറ്റ് us see the road ahead. തിരുവെഴുത്തുകളിലെ 3 സത്യങ്ങൾ ഇവയാണ്. First, that we sing because God delivers. Second, that we sing because God is faithful. And third, that we sing because all of God's salvation story leads to Christ. Let's begin with the first truth. We sing because God delivers. Next. We sing because God delivers. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ഒരു വശത്ത് പർവ്വതങ്ങളും മുന്നിലെ കടലും പിന്നിൽ ഫറവോനും ഉണ്ടായിരുന്നു. അവരെ രക്ഷിക്കുവാനായിട്ട് കഴിയുന്ന യാതൊരു മനുഷ്യൻ്റെ തന്ത്രങ്ങളും ഉണ്ടായിരുന്നില്ല. അവർക്ക് രക്ഷപ്പെടാനോ സ്വയം രക്ഷിക്കാനുള്ള ശക്തിയോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവം അവിടെ ഒരു വഴിയൊരുക്കി. ദൈവം അവരെ വിടുവിച്ചു. അവർക്ക് നിലമൊരുക്കി. ആ കടലിൻ്റെ നടുവിൽ കൂടെ നിലമൊരുക്കി. ദൈവം അവരെ വിടുവിച്ചതിന് ശേഷം മോശയെയും മിരിയാമും പാടി. ദാറ്റ് ഓർഡർ മാറ്റേഴ്സ്. ആദ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ആദ്യം ദൈവം പ്രവർത്തിക്കും, പിന്നെ അവൻ്റെ ജനം പാടും. വീണ്ടും വീണ്ടും വിജയം ജനം കൈവരിച്ചു കൊണ്ടിരിക്കും. അവർ വീണ്ടും വീണ്ടും പാടും. അതെല്ലാം ദൈവത്തിനുള്ള ആരാധനയായിട്ട് മാറും. വീക്ക് മെമ്മറി പ്രൊഡ്യൂസസ് വീക്ക് സോങ്. നമ്മുടെ സ്വന്തം ചെങ്കടൽ നിമിഷങ്ങളെ നമ്മളെപ്പോഴും ഓർക്കണം. നമ്മുടെ രോഗങ്ങളിൽ നിന്ന് അവൻ വിടുവിച്ചു, അതിൽ നിന്ന് കൊണ്ടുപോയി. പാപം അവൻ ക്ഷമിച്ചു. നമ്മുടെ ഭയം അവൻ ശാന്തമാക്കി. നിങ്ങളുടെ ആത്മാവിൽ അതിനൊക്കെയും നമ്മുടെ ആത്മാവിലൊരു ഗാനമുണ്ടായിരിക്കണം. കർത്താവ് എൻ്റെ ശക്തിയും
എൻ്റെ ഗാനവുമാണ്, അവൻ എൻ്റെ രക്ഷയായി മാറിയിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ഒരു ഫെയ്ത്ത് വേണം. എപ്പോഴും നമുക്കൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. ഒരു പ്രാദേശിക പള്ളിയുടെ സൈഡിൽ അതിനോട് ചേർന്ന് തന്നെ ഒരു ബാറുണ്ടായിരുന്നു. ഈ പള്ളിയിലെ ജനങ്ങൾക്ക് എപ്പോഴും അതൊരു ശല്യമായിരുന്നു. അവരെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ഈ ബാറ് ഞങ്ങളുടെ പള്ളിയുടെ സൈഡിൽ നിന്ന് മാറ്റിത്തരണേ. ഒരു ദിവസം ഒരു വലിയ കൊടുങ്കാറ്റും ഇടിമിന്നലും അടിച്ചിട്ട് ഈ പള്ളിയുടെ അടുത്തുള്ള ഈ ബാറ് നശിച്ചു പോയി. ബാറുടമ എന്തു ചെയ്തു? അദ്ദേഹം കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തു. ഈ പള്ളിയിലെ ജനങ്ങൾ അവർ പ്രാർത്ഥിച്ചിട്ടാണ് ഈ ബാറ് നാമാവശേഷമായി പോയതെന്ന്. പള്ളിയുടെ ഭാഗം വക്കീൽ വാദിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടല്ല ഈ ബാറ് പോയതെന്ന്. അവിടെ ഇരുന്ന ജഡ്ജി ചോദിച്ചു, ഇപ്പം ഞാൻ ആരെയാണ് വിശ്വസിക്കേണ്ടത്? വിശ്വാസമുള്ള ജനങ്ങൾ എപ്പോഴും പറയുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടല്ല. പക്ഷേ ഈ വിശ്വാസിയല്ലാത്ത ബാറിൻ്റെ ഉടമ പറയുന്നു, അവർ പ്രാർത്ഥിച്ചിട്ടാണ് ഈ ബാറ് പോയതെന്ന്. നമ്മുടെ വിശ്വാസം പലപ്പോഴും ഇത്രയുമേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കും, ശക്തിയായിട്ട് സ്തോത്രങ്ങളും സ്തുതികളും ഒക്കെയും ദൈവത്തിന് വേണ്ടിയിട്ട് കരയേറും. പക്ഷേ നമ്മുടെ വിശ്വാസം പലപ്പോഴും നമ്മൾ ചെറുതാണ്. ആ സമയത്താണ് ഒരു ഗായക സംഘം വളരെയേറെ ശക്തമാകുന്നത്. അവരൊരു സാക്ഷിയായി പാടുമ്പോൾ അത് ഒരു വെറും പ്രകടനമല്ല. മനോഹരങ്ങളായ ശബ്ദങ്ങൾ പ്രധാനമാണ്. പക്ഷേ നമ്മൾ ഒന്നിച്ചു പാടുമ്പോൾ സ്വർഗത്തിലേക്ക് ഉയരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ ആവിർഭവിക്കുന്ന ആ ഒരു മാനസിക ഐക്യം, അതിൽ നിന്നുണ്ടാകുന്ന ചില മാനസികമായിട്ടുള്ള സന്തോഷം, അത് നമ്മളെ കൂടുതൽ കൃതജ്ഞയോടും കൂടുതൽ ദൈവത്തോടടുക്കാനുമായിട്ട് സഹായിക്കും. നമ്മുടെ സാക്ഷ്യങ്ങൾ എപ്പോഴും വളരെ നല്ലതും, നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കുമെന്നുള്ള ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാകുവാനായിട്ടും അത് എപ്പോഴും നമ്മളെ പ്രാപ്തരാക്കും. നമ്മളെ രക്ഷിച്ച ദൈവം എപ്പോഴും രക്ഷ നൽകുമെന്നത് പ്രഖ്യാപിക്കാനായിട്ട് അതിനെ കൊണ്ട് സാധിക്കും. ബട്ട് സംടൈംസ് ഡെലിവറൻസ് ഈസ് ഡിലേയ്ഡ്. നമ്മുടെ വിടുതൽ, പ്രാർത്ഥനയാലുള്ള വിടുതൽ ചില സമയത്ത് അത് ഡിലേഡ് ആകും. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? ദാറ്റ് ബ്രിങ്സ് അസ് ടു അവർ നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. We sing because God is faithful. ചില ഗാനങ്ങൾ നമ്മുടെ ആശ്വാസത്തിന് ശേഷമല്ല, മറിച്ച് നമ്മുടെ വേദനയ്ക്ക് ശേഷമാണ് ജനിക്കുന്നത് എന്ന് ഹന്ന നമ്മളെ പഠിപ്പിക്കുന്നു. ഹന്നയുടെ ജീവിതം നമുക്കറിയാം. ആരാധന ഒരിക്കലും വളരെ എളുപ്പമുള്ള ജീവിതം നയിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല. ഏറ്റവും നല്ല ഗാനങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും ആഴമേറിയ ഗാനങ്ങൾ നമ്മൾ കേട്ടത് പലപ്പോഴും പർവ്വതങ്ങളുടെ മുകളിൽ നിന്നല്ല. അത് പലപ്പോഴും ജീവിതത്തിലെ താഴ്വരയുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഉയർന്നു വന്നത്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വെറും നാടകീയമായ അത്ഭുതങ്ങളല്ലെന്ന് നമ്മളെ സങ്കീർത്തനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ദൈനംദിന കരുണയുടെയും ദൈനംദിന സംരക്ഷണത്തിൻ്റെയുമാണ്. കണ്ണീരിലൂടെയാണ് പല സങ്കീർത്തനങ്ങളും. ദാവീദിൻ്റെയൊക്കെ സങ്കീർത്തനം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് കണ്ണുനീരിലൂടെയാണ് പല സങ്കീർത്തനങ്ങളും ആലപിച്ച്. ഹൃദയം ഇപ്പോഴും വിശ്വസിക്കുമ്പോൾ സഹിഷ്ണുത തന്നെയാണ് ആരാധന എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗാനങ്ങൾ നമ്മുടെ താഴ്വരയിലെ വിശ്വാസത്തെ നിലനിർത്താനായിട്ട് സാധിക്കണം. താഴ്വരയിലെ വിശ്വാസത്തെ നിലനിർത്തുമ്പോൾ തന്നെ അത് ദൈവത്തിൻ്റെ സ്വഭാവം സ്ഥിരമായി നിൽക്കുന്നതാണെന്ന് നമ്മളെ മനസ്സിലാക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാ സീസണിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഉച്ചമായ അവസ്ഥയിലും നീചമായ അവസ്ഥയിലും ഗായക സംഘം സഭയെ പാടുവാനായിട്ട് സഹായിക്കണം.
കണ്ണുനീര് നിലയ്ക്കുമ്പോൾ മാത്രമല്ല, കണ്ണുനീർ വീണുകൊണ്ടിരിക്കുമ്പോഴും, അത് ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് കർത്താവിൽ ആനന്ദിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കണം. നിൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് എപ്പോഴും പറയുവാനായിട്ട് നമ്മളെ സാധിക്കണം. ഡെലിവറൻസ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ബോത്ത് പോയിൻറ്റ് സംവെയർ. ദേ പോയിൻറ്റ് ടു എ പേഴ്സൺ. ലെറ്റ്സ് ഗോ ടു അവർ നെക്സ്റ്റ് slide, please. Our next point is we sing because God's salvation leads us to Christ. തിരുവഴുത്തിലെ ഗാനങ്ങൾ ബൈബിളിൽ ഉടനീളം ചിതറിക്കിടക്കുന്ന വേറിട്ട ഒരു സംഗീത നിമിഷങ്ങളല്ല. അവ മഹത്തായ ഒരു കഥയുടെ ഭാഗമാണ്. ഈ കഥയ്ക്ക് ഒരു സെൻട്രൽ പോയിൻ്റ് ഉണ്ട്. അതാണ് യേശു എന്ന് പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 68-ാം വാക്യം മുതൽ 79-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതിനാൽ സെക്കരിയാവ് പാടുന്നതായിട്ട് നമുക്കതിനകത്ത് കാണാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെ വായിക്കുകയാണെങ്കിൽ ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തതിനാൽ മറിയ പാടുന്നതായിട്ട് നമുക്ക് കാണാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2:14 രക്ഷകൻ ജനിച്ചതിനാൽ മാലാഖമാർ പാടുന്നതായിട്ട് നമുക്ക് കാണാം. വെളിപ്പാട് പുസ്തകം 5 ദ സ്റ്റോറി എൻഡ്സ് വെയർ ഇറ്റ് വാസ് ഓൾവേസ് ഹെഡഡ്. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ശക്തിയും മഹത്വവും പാടി മാലാഖമാർ അവർ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടും ദൈവത്തെ സ്വർഗീയ രാജാവായിട്ട് അംഗീകരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഭയുടെ സംഗീതവും അതുതന്നെയായിരിക്കണം. ദൈവത്തെ രാജാവായിട്ട് ക്രിസ്തു ഒരു കേന്ദ്രീയ ആരാധന ബിംബം അല്ലെങ്കിൽ മതപരമായ നമ്മുടെ സഭയുടെ സംഗീതമായിരിക്കണം എന്ന് അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മതപരമായ എല്ലാ സംഗീതത്തിനും ഒരു വ്യക്തമായ പലപ്പോഴും വികാരങ്ങളെ ഉണർത്തുവാനായിട്ട് പറ്റിയെന്നിരിക്കില്ല. പല സംഗീതങ്ങളുണ്ട്, പല തരത്തിലുള്ള സംഗീതങ്ങളുണ്ട്. ക്രിസ്തീയ സംഗീതം, മറ്റുള്ള സംഗീതങ്ങളൊക്കെയുണ്ട്. പല സംഗീതങ്ങളും പല വികാരങ്ങളും ഉണർത്തിയേക്കാം. നമ്മൾ കേരളത്തെപ്പറ്റി ഞാനിതൊരു നെഗറ്റീവായിട്ട് പറയുകയല്ല, എന്നാലും ഇത് നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണമായിട്ട് മാത്രം പറയുകയാണ്. ഈ കണി കാണും നേരം എന്ന പാട്ട് പാടിയിട്ട് യേശുദാസ് ഗുരുവായൂരപ്പനെ അതിരാവിലെ എഴുന്നേൽപ്പിക്കും. എന്നിട്ട് KSRTC ബസ്സൊക്കെ കയറി അടുത്ത ട്രെയിൻ പിടിച്ച് ശബരിമലയിൽ ചെന്നിട്ട് ശബരിമലയിലെത്തി ഹരിവരാസനം പാടി അയ്യപ്പനെ ഉറക്കും. ഈ 2 പ്രോസസ്സ് എല്ലാ ദിവസവും നടക്കും. വളരെയേറെ ആൾക്കാർ അതിനെ വളരെയേറെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തീയ മതത്തിൻ്റെ അന്തരീക്ഷവും പാട്ടും അങ്ങനെയല്ല. അത് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ആരാധനയാണ്. അത് മനോഹരമായ ആ ഗാനങ്ങൾ നമ്മളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ ഉപകരിക്കുന്നവയാണ്. അതെപ്പോഴും നമ്മുടെ ഹൃദയത്തെ നമ്മുടെ രക്ഷകളിലേക്ക് നയിക്കുന്നവയാണ്. അവൻ ആരാണ്, അവൻ എന്താണ് ചെയ്തത്, അവൻ എന്തുകൊണ്ട് യോഗ്യനാണെന്ന് അത് പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ 3 പോയിൻ്റുകളും നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. 8ാമത്തെ അടുത്ത സ്ലൈഡ്. വാട്ട് കൊയർ സൺഡേ കോൾസ് അസ് ടു ഡു. ഗായകസംഘ ഞായറാഴ്ച ഒരു കാഴ്ചക്കാരൻ്റെ പരിപാടിയല്ല. അത് ഈ റൂമിൽ തന്നെ ഇരിക്കുന്ന 3 ഗ്രൂപ്പുകളോട് സംസാരിക്കുന്നു. ആദ്യമായിട്ട്, ഡിയർ കൊയർ, ദ കൊയർ ഹാസ് എ ഹോളി assignment. It is not only to sing skillfully but to point clearly. സഭ നിത്യതയ്ക്കായിട്ട് പരിശീലിക്കുകയാണെന്ന് ഗായകസംഘ ഞായറാഴ്ച നമ്മളെ ഓർപ്പിക്കുന്നു.
ഒരു പള്ളിയിലെ ഒരു ഗ്ലാസ് ജനാല നമ്മൾ സങ്കല്പിക്കുക. ആ ഗ്ലാസിൻ്റെ ഉദ്ദേശം അതുവണ്ണം വളരെ ചിത്രപ്പണികൾ ചെയ്ത ഗ്ലാസ് കാണും. ആ ഗ്ലാസിൻ്റെ ഉദ്ദേശം ഒരിക്കലും ആ ഗ്ലാസിൻ്റെ ആകർഷണീയത കൊണ്ട് നമ്മൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ആ ഗ്ലാസ്സിന് ശരിക്കുമുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അത് പ്രകാശം കടത്തിവിട്ട് നമുക്ക് പ്രകാശം തരിക എന്നുള്ളതാണ്. ഈ ഗായക സംഘം നായർ നമ്മളെ ഉപദേശിക്കുന്നത് അതാണ്. നമ്മൾ എപ്പോഴും ആ നോട്ട് കറക്റ്റാക്കി പാടുക എന്നുള്ളതിലുപരി നമ്മുടെ സംഗീതം ദൈവത്തിങ്കിലേക്ക് ചെല്ലാൻ, മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ട് നമ്മുടെ സംഗീതത്തിന്, നമ്മുടെ പാട്ടിന് സാധിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ സംഗീതത്തിന് ഒരു അർത്ഥമുണ്ടാകുന്നത്. പ്രിയ സഭാംഗങ്ങളെ, നമ്മൾ നിരീക്ഷിക്കുക മാത്രമല്ല, നമ്മൾ ആരാധനയിൽ പങ്കെടുക്കണം. എപ്പോഴും ആരാധന നമ്മൾ വിലയിരുത്തേണ്ട ഒരു പ്രകടനം മാത്രമല്ല. ഇറ്റ്സ് ആൻ ഓഫറിങ് യു ടു ജോയിൻ. എപ്പോഴും നമ്മൾ വരുമ്പോൾ നമ്മളെ പാഠപുസ്തകം തുറക്കണം, നമ്മുടെ വായ്കളെ തുറക്കണം, നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തണം, ഹൃദയങ്ങളെ ദൈവത്തിനോട് തുറക്കണം. എന്നാൽ മാത്രമേ ഒരു ആരാധനയും നമ്മൾ ഇവിടെ വന്നതിൻ്റെ ഒരു പ്രയോജനവുമാകത്തുള്ളൂ. പിന്നെ ഇവിടെ തന്നെ ഇരിക്കുന്ന വിശ്വാസികളോട് മൊത്തമായിട്ട് കൊയറും മറ്റുമുള്ള വിശ്വാസികളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ആഴ്ചയിൽ ഇവിടെ വന്ന് ഒരു ഗാനം പാടുക മാത്രമല്ല, ആ ഗാനം വീട്ടിലേക്ക് കൊണ്ടുപോകണം, നിങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോകണം. ഇൻ ടു യുവർ ഹോം, ഇൻ ടു യുവർ ട്രയൽ, ഇൻ ടു യുവർ വർക്ക് പ്ലേസ്, ഇൻ ടു യുവർ വെയിറ്റിംഗ് ആൻഡ് ഇൻ യുവർ വാർഫെയർ. ഭാരങ്ങൾ ഉയരുമ്പോൾ നമ്മൾ ദാവീദിനെ പോലെ പാടണം. പ്രാർത്ഥനകൾ നമുക്ക് അവന് ഉത്തരം ലഭിക്കുമ്പോൾ നമ്മൾ ഹന്നായെ പോലെ പാടണം. ദൈവം നമുക്കൊരു വഴി ഒരുക്കുമ്പോൾ മോശയെയും മിരിയാമിനെയും പോലെ പാടണം. വാഗ്ദാനങ്ങൾ ഇനിയും ചുരുളഴിയാനായിട്ടുള്ളപ്പോൾ നമ്മൾ മറിയയെ പാടണം. മറിയയുടെ കാര്യം പറയുകയാണെങ്കിൽ, മറിയയ്ക്ക് വാഗ്ദത്തം ലഭിച്ച യേശുവിനെ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മറിയ ദൈവത്തിനെ സ്തുതിച്ചതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ശക്തി കുറയുമ്പോൾ, നിങ്ങളുടെ സ്വന്തം ഗാനം തിരിച്ചു വരുന്നത് വരെ സഭയുടെ ആരാധനയ്ക്കിടയിൽ നിൽക്കണം. സഭയുടെ ആരാധന നിങ്ങളെ ശക്തിപ്പെടുത്തും. എഫേസ്യർ 5:19 പറയുന്നു, സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്യുവാനായിട്ട് ബൈബിള് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. അവർ സിംഗിങ് ഈസ് ഓൾസോ അവർ മിനിസ്ട്രി ടു റീച്ച് ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു പാട്ട് പാടുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കും അത് സന്തോഷവും സഹായവും ദൈവത്തിങ്കിലേക്ക് എത്തുവാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമുക്ക് അടുത്ത സമാപന സ്ലൈഡിലേക്ക് തിരിക്കാം. അപ്പോൾ ഗായകസംഘ ഞായറാഴ്ച നമ്മളെ എന്ത് ചെയ്യാനായിട്ട് വിളിക്കുന്നു? ഇഫ് ഗോഡ് ഡെലിവേഴ്സ് യു, പാടുക, സിങ്. ഇഫ് ഗോഡ് ഹാസ് കെപ്റ്റ് യു, സിങ്. ഇഫ് ക്രൈസ്റ്റ് ഹാസ് സേവ്ഡ് യു, സിങ്. ജീവിതം നിങ്ങളെ ക്ഷീണിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്തുതി എവിടെയെങ്കിലും മങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഗാനം പുനഃസ്ഥാപിക്കാനായിട്ട് നമ്മൾ കർത്താവിനോട് അപേക്ഷിക്കണം. സങ്കീർത്തനം 40:3 പറയുന്നു, നമ്മുടെ വായിൽ ഒരു പുതിയ ഗാനം നൽകുന്നത് അവനാണ് എന്ന്. നമുക്ക് എപ്പോഴും നമ്മുടെ ഗാനങ്ങൾ ദൈവമാണ് നൽകുന്നത്. ദൈവത്തോടുള്ള നമ്മുടെ അപേക്ഷയും ദൈവത്തോടുള്ള നമ്മുടെ സ്തുതിയുമാണ് അതിൽ പ്രതിപാദിക്കുന്നത്. ഈ ഗായകസംഘം ഞായറാഴ്ച ഒരു പരിപാടിയേക്കാൾ കൂടുതലായിരിക്കട്ടെ. സ്തുതി വീണ്ടും ഉയരട്ടെ. ദൈവത്തിനോടുള്ള സാക്ഷ്യം വീണ്ടും ജീവിക്കട്ടെ. സഭ വീണ്ടും പാടട്ടെ. സങ്കീർത്തനം 50:6 പറയുന്നത് പോലെ ശ്വാസമുള്ളതെല്ലാം കർത്താവിനെ സ്തുതിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.